Hi dear students, in this video we are going to discuss about another one of the concept, dark reaction or biosynthetic phase. The last video we already explained about the light reaction. Is it? About photosynthesis in two pradhanapetta phases. First phase is light reaction, second phase is dark reaction. First phase ne kurichu enganeyaanu nammal discuss cheythu kazhinju. Innu nammal discuss cheyan pogunnathu ഇതിനെ കുറിച്ചാണ് ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ബയോസിന്തറ്റിക് ഫേസിനെ കുറിച്ചാണ്. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസിലെ ഒരു സെക്കൻഡ് ഫേസ് ആണ്. ഈ ഒരു സെക്കൻഡ് ഫേസ് ആയ ഡാർക്ക് റിയാക്ഷനില് കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് രൂപപ്പെടുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് റിഡക്ഷൻ നടക്കുന്നു, ഹൈഡ്രജനെ ഗെയിൻ ചെയ്തുകൊണ്ട് എന്തായി മാറുന്നു? കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറപ്പെടുന്നു. So we can call that is the dark reaction or biosynthetic phase. It is also called carbon dioxide assimilation or carbon assimilation. Carbon assimilation എന്നോ carbon dioxide assimilation എന്നോ നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ വിളിക്കാം. Since the first product in dark reaction is one of the 3 carbon compound, that is the reason why the dark reaction is also called C3 cycle. So, അപ്പോൾ ബയോസിന്തറ്റിക് ഫേസിന്റെ വേറെ പേരുകളാണ് നമ്മൾ പറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡ് അസിമിലേഷൻ എന്ന് പറയുന്നുണ്ട്, കാർബൺ അസിമിലേഷൻ എന്ന് പറയുന്നുണ്ട്, ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ C3 സൈക്കിൾ എന്ന് പറയുന്നുണ്ട്. C3 സൈക്കിൾ എന്ന് പറയാനുള്ള കാരണം അവിടുത്തെ ഒരു ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. The dark reaction or the biosynthetic phase does not directly depend on the presence of light. അപ്പോൾ ഇവിടെ ലൈറ്റിനെ അവർ ഡയറക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ലൈറ്റ് റിയാക്ഷന്റെ പ്രൊഡക്റ്റുകളായിട്ടുള്ള they depend the product formed as a result of the light reaction. What are the product formed as a result of the light reaction? That is ATP and NADPH. അപ്പോൾ ഈ ATPയെയും NADPHനെയും ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ബയോസിന്തറ്റിക് ഫേസില് കാർബൺ ഡൈ ഓക്സൈഡിനെ അസിമിലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ഫോം ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത്. Is it clear? അപ്പോ ഈ ഒരു ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഡിപെൻഡന്റ് റിയാക്ഷൻ അല്ല. So they are not directly dependent on the presence of light. They depend the product formed as a result of the light reaction. What are the product? ATP and NADPH. Is it clear? അപ്പോൾ എങ്ങനെയാണ് ഈ പ്ലാന്റ്സുകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് അസിമിലേഷൻ നടക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ട് പ്രധാനപ്പെട്ട പാത്വേയിലൂടെയാണ് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അസിമിലേഷൻ നടക്കുന്നത്. വൺ ഈസ് കോൾഡ് C3 പാത്വേ അല്ലെങ്കിൽ C3 സൈക്കിൾ, ഓർ വി ക്യാൻ സേ ദാറ്റ് Calvin cycle. Then another one is called C4 pathway or C4 cycle or C4 plants, or we can say that Hatch and Slack pathway. അപ്പോൾ ഈ രണ്ട് പാത്വേകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അസിമിലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ഫോം ചെയ്യപ്പെടുന്നു? ഷുഗർ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് അവിടെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് C3 പാത്വേ എന്താണെന്ന് നോക്കാം. C3 പാത്വേയിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഫോം ചെയ്യപ്പെടുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റ് ഒരു C3 കോമ്പൗണ്ട് ആണ്. C3 കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ദാറ്റ് കോമ്പൗണ്ട് നെയിം ഈസ് കോൾഡ് 3-phosphoglyceric ആസിഡ് അല്ലെങ്കിൽ PGA എന്ന് പറയും. ഫോസ്ഫോഗ്ലിസറൈഡ് അല്ലെങ്കിൽ 3-phosphoglyceric ആസിഡ് PGA എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പാത്വേക്ക് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? C3 പാത്വേ എന്ന് പറയുന്നത്. ഈ ഒരു പാത്വേ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പാത്വേക്ക് കാൽവിൻ സൈക്കിൾ എന്നുള്ള ഒരു പേര് കൂടി അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഒക്കെ ലഭിച്ചിട്ടുള്ളതാണ്. ദെൻ അനദർ വൺ C4 പാത്വേ ആണ്. ഈ ഒരു C4 പാത്വേയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഓക്സാലോ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ OAA എന്ന് പറയുന്നതാണ്. അതൊരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പാത്വേക്ക് C4 പാത്വേ അല്ലെങ്കിൽ C4 സൈക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു പാത്വേ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തിരിക്കുന്നത് ഹാച്ച് ആൻഡ് സ്ലാക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പാത്വേയെ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. Is it clear? സോ അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് C3 പാത്വേ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ ആണ്.
ആ ഒരു C3 പാത്വേ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അസിമിലേഷൻ ആണ് നടക്കേണ്ടത് അല്ലെ. അതിന്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് എന്തുണ്ടാകണം, അവിടെ ഒരു കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകണം. ദാറ്റ് ഈസ് C3 പാത്വേ അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദ ഡാർക്ക് റിയാക്ഷൻ അല്ലെ. അപ്പൊ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഓൾറെഡി അറ്റ്മോസ്ഫിയറിലുണ്ട്. ആ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ആരാണ് ആദ്യം അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആരാണെന്ന് നമുക്ക് ആദ്യം നോക്കണം അല്ലെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് അവരത് അബ്സോർബ് ചെയ്യുകയും പിന്നീട് ഫർദർ പ്രോസസ്സിലൂടെ എന്ത് നടക്കുകയും ചെയ്യുന്നത്, അവിടെ ഒരു ഗ്ലൂക്കോസ് ഫോം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ പ്രധാനമായിട്ടും C3 സൈക്കിളില് 3 സ്റ്റെപ്പുകളാണുള്ളത്. വൺ ഈസ് കോൾഡ് കാർബോക്സിലേഷൻ, then another one is reduction or glycolytic reversal. ഒന്നാമത്തെ സ്റ്റെപ്പാണ് കാർബോക്സിലേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പാണ് റിഡക്ഷൻ ഓർ ഗ്ലൈക്കോളിറ്റിക് റിവേഴ്സൽ, then another one is regeneration of RUBP or we can say that regeneration. ഈ ഒരു 3 സ്റ്റേജസുകളിലൂടെയാണ്, ഈ ഒരു 3 സ്റ്റെപ്പുകളിലൂടെയാണ് ഏത് പ്രോസസ് നടക്കുന്നത്, C3 പാത്വേ അല്ലെങ്കിൽ C3 സൈക്കിളുകൾ അല്ലെങ്കിൽ കാൽവിൻ സൈക്കിള് നടക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ആ സ്റ്റെപ്പുകള്? കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. ഈ 3 സ്റ്റെപ്പുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സൈക്കിൾ അതാ ഇവിടെ വരച്ചിരിക്കുന്നത്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം കാർബോക്സിലേഷൻ നോക്കുക. കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുക. ആരാണ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നത്? സോ അറ്റ്മോസ്ഫിയറിലുള്ള 1 കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവിടെ RUBP എന്ന് പറയുന്ന ഒരു 5 കാർബൺ കോമ്പൗണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോ RUBP എന്ന് പറഞ്ഞാൽ എന്താണ്? റിബുലോസ് ബൈഫോസ്ഫേറ്റ്. RUBP എന്ന് പറഞ്ഞാൽ എന്താണ്? റിബുലോസ് ബൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആണ് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ഇൻ C3 pathway or Calvin cycle is RUBP. ആരാണ്? RUBP ആണ്. ഈ RUBP എന്ന് പറയുന്ന ഒരു 5 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന 1 കാർബൺ ഉള്ള കോമ്പൗണ്ട് ആണ്. So this particular carbon dioxide react with the RUBP, ribulose biphosphate. അല്ലെ, റിബുലോസ് ബൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കാർബൺ കോമ്പൗണ്ട് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു 1 കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ 1 കാർബൺ കോമ്പൗണ്ടും 5 കാർബൺ കോമ്പൗണ്ടും റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആണ് അവിടെ ഫോം ചെയ്യപ്പെടുന്നത്. ആ ഒരു പ്രോസസ്സിന് അവിടെ സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് എന്ത്? RUBP കാർബോക്സിലൈസ് ഓക്സിജനൈസ്. RUBP carboxylase oxygenase or we can call Rubisco. ഏതാണ് അതിന്റെ പേര്? റുബിസ്കോ. നിങ്ങൾ സുവോളജിയിൽ ബയോമോളിക്യൂൾസിൽ ഈ ഒരു ടേംസ് പഠിച്ചിട്ടുണ്ട് അല്ലെ, ഈ ഒരു എൻസൈമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് എൻസൈം ഇൻ ദ വേൾഡ്, ദാറ്റ് ഈസ് കോൾഡ് റുബിസ്കോ. അപ്പൊ ഈ ഒരു റുബിസ്കോ എൻസൈമിന്റെ പ്രസൻസിലാണ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് RUBPയുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആയ അൺസ്റ്റേബിൾ കോമ്പൗണ്ടിനെ ഫോം ചെയ്യിക്കുന്നത്. അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ആ 6 കാർബൺ കോമ്പൗണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് എന്തായി മാറുന്നുണ്ട്? 2 മോളിക്യൂൾ 3 കാർബൺ കോമ്പൗണ്ട് ആയ ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് ഫോം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് ഫോം ചെയ്യപ്പെടുന്നു. അവിടെ ഫോം ചെയ്യുന്നത് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. അത് അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെയാണ് അതെന്താണ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് എന്തായി മാറി? 2 മോളിക്യൂൾ 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള PGA ആയി മാറി അല്ലെ. ഇപ്പൊ റിയാക്ഷൻ നോക്കുമ്പോ എന്താണ്? 3 into 2 എന്ന് പറയുമ്പോൾ 6 കാർബൺ തന്നെയായി മാറിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെ 2 മോളിക്യൂൾസ് ഉള്ള ഒരു 3 കാർബൺ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് രൂപപ്പെട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഫോംഡ് ഫ്രം വെയർ? Calvin cycle as a result of the carboxylation process അല്ലെ. കാർബോക്സിലേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് C3 സൈക്കിളിൽ ഫോം ചെയ്യപ്പെട്ട ആദ്യത്തെ സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഏതാണ്? PGA, 3PGA അല്ലെ, 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഓർ 3 ഫോസ്ഫോഗ്ലിസറേറ്റ്. അതാണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ആ ഒരു ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റിൽ 3 കാർബൺ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു പാത്വേ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? C3 പാത്വേ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ റുബിസ്കോയുടെ ഒരു പ്രത്യേകത, അതിന് കാർബോക്സിലേഷൻ നടത്താനുള്ളതും, അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓക്സിജനേഷൻ അല്ലെ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. രണ്ടിനും കഴിവുള്ള ഒരു എൻസൈമാണ് എന്ത്? RUBP കാർബോക്സിലേസ് ആൻഡ് ഓക്സിജനേസ് എന്ന് പറയുന്ന എൻസൈം. ആ എൻസൈമിന്റെ പ്രസൻസിലാണ് RUBP ആരുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് അവിടെ എന്ത് ഫോം ചെയ്യപ്പെട്ടു? ഒരു 3PGA എന്ന് പറയുന്ന സ്റ്റേബിൾ കോമ്പൗണ്ട് ഫോം ചെയ്യപ്പെട്ടു. ദിസ് ഈസ് കോൾഡ് കാർബോക്സിലേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? Then the second step,
reduction or glycolytic reversal. Reduction or glycolytic reversal. ഈ ഒരു റിഡക്ഷൻ ഓർ ഗ്ലൈക്കോളിറ്റിക് റിവേഴ്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ 3PGA ഒരു സീരീസ് ഓഫ് റിയാക്ഷനിലൂടെ എന്തായിട്ട് മാറപ്പെടുന്നുണ്ട്? ഗ്ലൂക്കോസ് ആയിട്ട് രൂപപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം അതൊരു സൂക്രോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ്, ഇതൊക്കെ എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലെ? സീരീസ് ഓഫ് റിയാക്ഷനിലൂടെ ഈ പറയുന്ന PGA ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്തായിട്ട് മാറപ്പെടുന്നുണ്ട്? നമ്മളുടെ സൂക്രോസ് അല്ലെങ്കിൽ സ്റ്റാർച്ച്, അതല്ലെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഗ്ലൂക്കോസ് ആയിട്ട് ഫോം ചെയ്യപ്പെടുമ്പോൾ അവിടെ ലൈറ്റ് റിയാക്ഷന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ATPയും NADPHനെയും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ആ ഒരു ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്തായിട്ട് രൂപപ്പെടുന്നത്? ഗ്ലൂക്കോസ് ആയിട്ട് രൂപപ്പെടുന്നത്. ഹിയർ 2 ATP molecule of phosphorylation and 2 NADPH molecule of reduction carbon dioxide molecules are used. ഈ ഒരു പ്രോസസ്സിൽ 2 ATP മോളിക്യൂളുകളെയും 2 NADPH മോളിക്യൂളുകളെയും ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ നടത്തി എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? ഗ്ലൂക്കോസ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന്റെ ഭാഗമായിട്ട് PGA അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ PGAയില് റിഡക്ഷൻ നടക്കണം അല്ലെ? റിഡക്ഷൻ നടന്നു. റിഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് അക്സെപ്റ്റ് ചെയ്തു? ഹൈഡ്രജനെ ഗെയിൻ ചെയ്തുകൊണ്ട്, ഹൈഡ്രജനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് രൂപപ്പെട്ടു? അവിടെ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളുകൾ അവിടെ രൂപപ്പെട്ടു. അങ്ങനെ ആ ഗ്ലൂക്കോസ് മോളിക്യൂളുകൾ ഫോം ചെയ്യുന്നതിനായിട്ട് ഇവിടെ 2 ATP മോളിക്യൂളുകളെയും 2 NADPH മോളിക്യൂളുകളെയും എന്ത് ചെയ്തിട്ടുണ്ട്? യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പൊ ഈ ATP NADPH ഒക്കെ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ATP NADPH എന്ന് പറയുന്നത് ലൈറ്റ് റിയാക്ഷന്റെ ഭാഗമായി ഉണ്ടായ പ്രൊഡക്റ്റുകളാണ്. അവരെ ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് ഈ ഒരു പ്രോസസ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ അവരെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ATP എന്തായിട്ട് മാറും? ADP ആയിട്ട് മാറും അല്ലെ? ATP യൂട്ടിലൈസ് ചെയ്താൽ ADP റിലീസ് ചെയ്യും. NADPH യൂട്ടിലൈസ് ചെയ്താൽ അവിടെ എന്തായിട്ട് മാറും? ഇനോർഗാനിക് ഫോസ്ഫേറ്റും അതുപോലെ തന്നെ NADP+ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. So, the fixation of 6 carbon dioxide molecules and 6 turns of the cycle are needed to remove 1 glucose molecule from the pathway. ഈ ഒരു പാത്വേയിൽ നിന്ന് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് റിമൂവ് ചെയ്യണമെങ്കിൽ 6 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് 6 തവണ ആ ഒരു സൈക്കിളിലൂടെ എന്ത് ചെയ്തു കിടക്കണം? കടന്നു പോയിരിക്കണം. നമുക്കറിയാം ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് എത്ര മോളിക്യൂൾ ATPയും എത്ര മോളിക്യൂൾ NADPHുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? 2 മോളിക്യൂൾ ATPയും 2 മോളിക്യൂൾ NADPHുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ? എത്ര മോളിക്യൂളാണ്? 2 മോളിക്യൂൾ ATPയും 2 മോളിക്യൂൾ NADPHുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഫോം ചെയ്യാൻ നേരം എത്ര മോളിക്യൂൾ ATPയും എത്ര മോളിക്യൂൾ NADPHും അവിടെ ആവശ്യമായി വരുന്നുണ്ട്? അപ്പൊ എത്ര ATP മോളിക്യൂൾ വരുന്നുണ്ട്? ഇവിടെ 6 എന്ന് പറയുമ്പോഴത്തേക്ക് 6 × 2 12 ATP ആയി. ഇവിടെ എത്രയാണ്? 6 × 2 അല്ലെ? 2 NADPH വരുമ്പോൾ അവിടെ 12 NADPH മോളിക്യൂളായി. കംപ്ലീറ്റ് ആയിട്ടില്ല, പ്രോസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് റീജനറേഷൻ ഓഫ് RUBP. അവിടെ ഉണ്ടായിരുന്ന RUBP ആണ് അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് എന്തുണ്ടായത്? PGA ഉണ്ടായത്. അപ്പൊ വീണ്ടും ഈ ഒരു RUBP ഇവിടെ റീജനറേറ്റ് ചെയ്യിക്കണം അല്ലെ? ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ കണ്ടിന്യൂവേഷൻ ഓഫ് ദ സൈക്കിൾ. ഈ RUBP ഇവിടെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ ഒരു സൈക്കിള് കണ്ടിന്യൂസ് ആയിട്ട് നടക്കത്തുള്ളൂ. ഫോർ ദാറ്റ് 1 ATP ഫോർ ഫോസ്ഫോറിലേഷൻ ടു ഫോം RUBP. ഒരു ATP മോളിക്യൂളുകളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവിടെ ADP റിലീസ് ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ATP മോളിക്യൂളുകൾ കൂടി ഇവിടെ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് അവിടെ വീണ്ടും എന്ത് റീജനറേറ്റ് ചെയ്യത്തുള്ളൂ? RUBP റീജനറേറ്റ് ചെയ്യുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ഫോർ എവറി കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ 3 ATP മോളിക്യൂൾസ് ആൻഡ് 2 NADPH ആർ റിക്വയർഡ് അല്ലെ? ടോട്ടൽ എത്ര ATP മോളിക്യൂൾസ് ആവശ്യമാണ്? 3 ATP മോളിക്യൂൾസ് ആവശ്യമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 NADPHും ആവശ്യമായി വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോസസ് എത്ര തവണ നടക്കണമെന്നാ പറയുന്നത്? ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഉണ്ടാകാനായിട്ട് 6 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് 6 ടേൺസ് ആ ഒരു സൈക്കിൾ നടക്കണം. എങ്കിൽ മാത്രമാണ് ആ ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് അവിടെ ഫോം ചെയ്യത്തുള്ളൂ. അപ്പൊ ആദ്യമേ 2 മോളിക്യൂൾസ് ATP യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ? പിന്നീട് വീണ്ടും ഒരു മോളിക്യൂൾ ATP അവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. റീജനറേഷൻ ഓഫ് RUBP എന്നുള്ള പ്രോസസ്സിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ATP ഉപയോഗിച്ചു? അവിടെ 3 ATP ഉപയോഗിച്ചു അല്ലെ? Hence, for every carbon dioxide molecules, 3 ATP molecules and 2 NADPH are required. 3 വന്നിരിക്കുന്നത് എങ്ങനെയാണ്?
ഗലൈക്കോളിറ്റിക് റിവേഴ്സലില് എന്ത് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റിഡക്ഷനിൽ 2 ATP മോളിക്യൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ, 2 NADPH മോളിക്യൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് റീജനറേഷൻ ഓഫ് RUBP ഒരു ATP ഉപയോഗിച്ചു. അപ്പൊ മൊത്തം എത്രയായി? 3 ATP ആയി. 6 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് 6 ടേൺസ് ആ ഒരു സൈക്കിളിലൂടെ പോയിട്ട് ഒരു മോളിക്യൂൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത്. സോ ഇവിടെ ഓരോ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഫിക്സേഷൻ നടക്കുമ്പോഴും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? 3 ATP മോളിക്യൂളുകളും 2 NADPH മോളിക്യൂളുകളും ഉപയോഗിക്കുന്നുണ്ട്. ഈ 3 ATP എങ്ങനെ വന്നു എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ. 2 ATP മോളിക്യൂളുകൾ എവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്? റിഡക്ഷൻ ഡിവിഷനിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ATP മോളിക്യൂൾ റീജനറേഷൻ ടൈമിലും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ ADP ആണ് റിലീസ് ചെയ്യുന്നത്. മറ്റേടുത്ത് NADPH യൂട്ടിലൈസ് ചെയ്യുമ്പോൾ NADP അവിടെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു 6 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് 6 തവണ ഈ ഒരു സൈക്കിളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് 3 ATPയും 2 NADPHും ആണെങ്കിൽ 6 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡിലൂടെ എത്ര ATP യൂട്ടിലൈസ് ചെയ്യണം? 6 × 3 18 ATP മോളിക്യൂളുകൾ യൂട്ടിലൈസ് ചെയ്യുകയും 6 × 2 12 NADPH മോളിക്യൂളുകൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുമാണ് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ എത്ര ATP മോളിക്യൂളുകൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? 18 ATP മോളിക്യൂളുകളും 12 NADPH മോളിക്യൂളുകളും ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര ADP റിലീസ് ചെയ്യും? 18 ATP യൂട്ടിലൈസ് ചെയ്താൽ 18 ADP റിലീസ് ചെയ്യും. 12 NADPH യൂട്ടിലൈസ് ചെയ്താൽ 12 NADP പ്ലസും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. Is it clear? It's very very important. അപ്പൊ എത്ര ATP മോളിക്യൂളുകളാണ് ഈ ഒരു പ്രോസസ്സിലെ കാൽവിൻ സൈക്കിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്? എത്രയാണ്? 18 ATP മോളിക്യൂളുകൾ. എത്ര NADPH മോളിക്യൂളുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? 12 NADPH മോളിക്യൂളുകൾ. ഈ 18 ATPയും 12 NADPHും എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? What does go in and come out of the Calvin cycle? നോക്കുക, in 6 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യിക്കുമ്പോൾ അവിടെ 18 മോളിക്യൂൾ ATPയും ഉണ്ടാകുന്നു, 18 മോളിക്യൂൾ ADP റിലീസ് ചെയ്യുന്നു അല്ലെ. ATP യൂട്ടിലൈസ് ചെയ്താൽ ADP റിലീസ് ചെയ്യും. അതുപോലെ തന്നെ 12 മോളിക്യൂൾ NADPH ഫോം ചെയ്യുന്നു. അപ്പോൾ അവിടെ 12 മോളിക്യൂൾ NADP എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ 18ഉം 12ഉം എങ്ങനെയാ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ? ക്ലിയർ ആയോ? ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അപ്പൊ പ്രധാനപ്പെട്ട കാൽവിൻ സൈക്കിളിലെ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. ഈ ഒരു ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ATP NADPH മോളിക്യൂളുകൾ എത്രയാണെന്ന് ചോദിക്കാം. ഇസ് ഇറ്റ് ക്ലിയർ? C3 പാത്വേ കാണിക്കുന്ന കുറച്ച് പ്ലാന്റ്സുകളാണ് റൈസ്, വീറ്റ്, ഓട്സ്, കോട്ടൺ. ഇതൊക്കെ എന്താണ്? C3 പാത്വേ കാണിക്കുന്ന കുറച്ച് പ്ലാന്റ്സുകളാണ്. അപ്പൊ C3 പാത്വേക്കുള്ള എക്സാമ്പിളുകൾ കൂടിയാണ് നമ്മൾ പറഞ്ഞത്. റൈസ്, വീറ്റ്, ഓട്സ്, കോട്ടൺ. ഓക്കെ. Next one, another one type of the carbon dioxide fixation, that is called a C4 pathway or hatch and slack pathway. ഇത്തരത്തിലുള്ള പാത്വേ കാണപ്പെടുന്നത് ഡ്രൈ ട്രോപ്പിക്കൽ റീജിയനിൽ കാണപ്പെടുന്ന പ്ലാന്റ്സുകളാണ്. അതിനെ C4 പ്ലാന്റ്സുകൾ എന്ന് നമുക്ക് വിളിക്കാം. എവിടെയുള്ളതാണ്? ഡ്രൈ ട്രോപ്പിക്കൽ റീജിയനിൽ കാണപ്പെടുന്ന പ്ലാന്റുകൾ. They also use C3 pathway as main biosynthetic pathway. ഈ C4 പാത്വേയിലുള്ള പ്ലാന്റ്സുകളും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? C3 പാത്വേ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ മെയിൻ ബയോസിന്തറ്റിക് പാത്വേ ആയിട്ട് C3 പാത്വേ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. The large cell around the vascular bundle of the C4 plants are called bundle sheath cell. ഈ ഒരു വാസ്കുലാർ ബണ്ടിലിനെ സറൗണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന ലാർജ് സെല്ലുകളെയാണ് നമ്മൾ ബണ്ടിൽ ഷീറ്റ് സെല്ലുകൾ എന്ന് പറയുന്നത്. ഒപ്പം അവിടെ മീസോഫിൽ സെല്ലുകളും കാണപ്പെടുന്നുണ്ട്. അപ്പൊ 2 ടൈപ്പ് സെല്ലുകളാണ് C4 പാത്വേയിലെ ഒരു ലീഫ് അനാട്ടമിയിൽ കാണപ്പെടുന്നത്. വൺ ഈസ് കോൾഡ് ബണ്ടിൽ ഷീറ്റ് സെൽ, അനദർ വൺ ഈസ് കോൾഡ് മീസോഫിൽ സെൽ. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്രാൻസ് അനാട്ടമി എന്ന് വിളിക്കുന്നത്. ക്രാൻസ് അനാട്ടമി. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഈ ഒരു ക്രാൻസ് അനാട്ടമി എന്ന് പറയുന്നത് C4 പാത്വേയിലുള്ള ഒരു സ്പെഷ്യൽ ലീഫ് അനാട്ടമിയാണ്. എക്സാമിന് ചോദിക്കാറുണ്ട്. C4 പാത്വേയിലെ ആ ഒരു സ്പെഷ്യൽ ലീഫ് അനാട്ടമിയുടെ പേര് എന്താണ്? എന്താണ് പേര്? ക്രാൻസ് അനാട്ടമി. ക്രാൻസ് അനാട്ടമി എന്ന് പറയുമ്പോൾ അവിടെ ബണ്ടിൽ ഷീറ്റ് സെല്ലുകൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മീസോഫിൽ സെല്ലുകളും കാണപ്പെടുന്നുണ്ട്. ഇതാണ് ബണ്ടിൽ ഷീറ്റ് സെല്ലുകൾ, ഇതാണ് മീസോഫിൽ സെൽ. അപ്പോൾ ക്രാൻസ് അനാട്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബണ്ടിൽ ഷീറ്റ് സെല്ലും മീസോഫിൽ സെല്ലും ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ലീഫ് അനാട്ടമിയാണ് C4 പാത്വേ അല്ലെങ്കിൽ C4 പ്ലാന്റ്സുകളിൽ കാണപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ബണ്ടിൽ ഷീറ്റിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ദേ ഹാവ് ലാർജ് നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് വിത്തൗട്ട് ഗ്രാന. ഗ്രാന ഇല്ലാത്ത ധാരാളം വലിയ ക്ലോറോപ്ലാസ്റ്റുകൾ എവിടെ കാണപ്പെടുന്നുണ്ട്? ബണ്ടിൽ ഷീറ്റ് സെല്ലുകളിൽ കാണപ്പെടുന്നുണ്ട്.
അതുപോലെ തന്നെ thick wall, impervious to gas exchange and no intercellular spaces. These are the characteristic feature of what? Bundle sheath cell. Then another one is called mesophyll cell. അല്ലെ mesophyll cell എന്ന് പറഞ്ഞാൽ ഇവിടത്തത് അൺഡിഫറൻഷിയേറ്റഡ് mesophyll സെല്ലുകളാണ്. നമ്മൾ ലീഫ് അനാട്ടമി പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടത്തെ ലീഫ് അനാട്ടമിയിലെ mesophyll സെല്ലുകൾ എങ്ങനെയാണ്? അൺഡിഫറൻഷിയേറ്റഡ് ആണ്. അതോടൊപ്പം തന്നെ നോർമൽ ക്ലോറോപ്ലാസ്റ്റ് വിത്ത് ഗ്രാനയും അവിടെ കാണപ്പെടുന്നുണ്ട്. അല്ലെ സാധാരണ രീതിയിലുള്ള ക്ലോറോപ്ലാസ്റ്റും അതിൽ എന്തുമുണ്ട്? ഗ്രാനയുണ്ട്. എന്നാൽ ബണ്ടിൽ ഷീറ്റിൽ എന്തില്ല? ഗ്രാന ഇല്ലാത്ത ക്ലോറോപ്ലാസ്റ്റുകളാണ് കാണപ്പെടുന്നത്. ലാർജ് നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് വിത്തൗട്ട് ഗ്രാന എവിടെയാണ്? ബണ്ടിൽ ഷീറ്റ് സെല്ലുകളിലും നോർമൽ ക്ലോറോപ്ലാസ്റ്റ് വിത്ത് ഗ്രാന എവിടെയാണ് കാണപ്പെടുന്നത്? മീസോഫിൽ സെല്ലുകളിലുമാണ് കാണപ്പെടുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ലീഫ് അനാട്ടമി ഈസ് കോൾഡ് ക്രാൻസ് അനാട്ടമി. ക്രാൻസ് അനാട്ടമി ഒരു റീത്ത് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ് ആ ഒരു മൊത്തത്തിൽ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു പാത്വേയിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ അല്ലെങ്കിൽ C4 പാത്വേയുടെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ. Okay, then second step transport, then third step decarboxylation, fourth step transport. ഇപ്പൊ 4 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? കാർബോക്സിലേഷൻ അല്ലെ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ. അതിനുശേഷം എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ. അതിനുശേഷം ഡീകാർബോക്സിലേഷൻ. അതിനുശേഷം വീണ്ടും ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് വൺ ബൈ വൺ ഡിസ്കസ് ചെയ്യാം. സോ ഹിയർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫിക്സേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? അറ്റ്മോസ്ഫിയറിലുള്ള 1 കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ മീസോഫിൽ സെല്ലിലുള്ള 3 കാർബൺ കോമ്പൗണ്ട് ആയ ഫോസ്ഫോ ഇനോൾ പൈറൂവേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫോ ഇനോൾ പൈറൂവിക് ആസിഡ് PEP അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് അതുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്യുന്നു വിത്ത് ദ പ്രസൻസ് ഓഫ് ആൻ എൻസൈം PEP carboxylase, or we can say that peptase. Peptase എന്ന് പറയുന്ന PEP carboxylase എൻസൈമിന്റെ പ്രസൻസില് അറ്റ്മോസ്ഫിയറിലുള്ള 1 കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയുള്ള മീസോഫിലുള്ള ഫോസ്ഫോ ഇനോൾ പൈറൂവേറ്റ് എന്ന് പറയുന്ന 3 കാർബൺ PEPയുമായി കമ്പൈൻ ചെയ്തുകൊണ്ട് എന്ത് ഫോം ചെയ്യപ്പെടുന്നു? one of the 4 carbon stable compound is produced, that is called oxaloacetic acid. ഇപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഏതാണ്? ഓക്സാലോഅസെറ്റിക് ആസിഡ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ നേരത്തെ പറഞ്ഞ C3യിലെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഏതായിരുന്നു? C3യിലെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് 3PG. അതൊരു 3 കാർബൺ കോമ്പൗണ്ട് ആയതുകൊണ്ട് C3 സൈക്കിൾ എന്ന് പറഞ്ഞു. എന്നാൽ C4 പാത്വേയിലെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഏതാണ്? 4 കാർബൺ കോമ്പൗണ്ട് ആയ ഓക്സാലോഅസെറ്റിക് ആസിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്വേ എന്തെന്ന് വിളിക്കാം? C4 പാത്വേ എന്ന് വിളിക്കാം. സോ അങ്ങനെ ഇവിടെ ഒരു ഓക്സാലോഅസെറ്റിക് ആസിഡ് രൂപപ്പെടുന്നുണ്ട്. മീസോഫിൽ സെല്ലിലെ റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കുന്നില്ല? ആ ഒരു റുബിസ്കോ കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം അവിടെ പെപ്റ്റൈസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആയ ഓക്സാലോഅസെറ്റിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ഈ ഓക്സാലോഅസെറ്റിക് ആസിഡ് പിന്നീട് എന്തായിട്ട് മാറുന്നു? ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള മാലിക് ആസിഡ് അല്ലെങ്കിൽ ആസ്പാർട്ടിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഏതായിട്ട് മാറുന്നു? മാലിക് ആസിഡ് അല്ലെങ്കിൽ ആസ്പാർട്ടിക് ആസിഡ് ആയിട്ട് മാറുന്നു. അങ്ങനെ മാറപ്പെടുന്ന ആ ഒരു C4 ആസിഡ് അത് എങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു? മീസോഫിൽ സെല്ലിൽ നിന്ന് എങ്ങോട്ടേക്കാണ്? ബണ്ടിൽ ഷീറ്റ് സെല്ലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഫിക്സേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് കഴിഞ്ഞു. അങ്ങനെ ഓക്സാലോഅസെറ്റിക് ആസിഡ് ഉണ്ടായി. അതിനുശേഷം അത് മാലിക് ആസിഡ് അല്ലെങ്കിൽ ആസ്പാർട്ടിക് ആസിഡ് ആയിട്ട് മാറി. അതും ഒരു C4 ആസിഡ് ആണ്. ആ C4 ആസിഡിനെ എങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇപ്പോ നേരെ ബണ്ടിൽ ഷീറ്റ് സെല്ലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് over. In the bundle sheath cell, these C4 acids are broken down to release carbon dioxide and a C3 molecules. ഈ ഒരു ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ എന്ത് സംഭവിക്കുന്നു? ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. വാട്ട് ഈസ് ഡീകാർബോക്സിലേഷൻ? ഫ്രം ദാറ്റ് ആസിഡ് വൺ ഓഫ് ദ കാർബൺ ഡയോക്സൈഡ് ഈസ് റിമൂവ്. അല്ലെ, ആ ആസിഡിലെ 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ആസിഡിൽ നിന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യപ്പെടുന്നു. ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. അങ്ങനെ റിലീസ് ചെയ്താൽ അവിടെ 4 കാർബൺ കോമ്പൗണ്ട് എന്തായി മാറി? 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറി. ദാറ്റ് ഈസ് ബിക്കം C3 molecule. The C3 molecule is transported back to mesophyll where it is converted to PEP again. ഈ പറയുന്ന C3 ആസിഡ് ഉണ്ടല്ലോ, C3 ആസിഡ് ആയിട്ട് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് എന്താണോ അത് എങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു? ഈ പറയുന്ന മീസോഫിൽ സെല്ലിലേക്ക് വീണ്ടും ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ എന്താക്കി മാറ്റുന്നു?
PEP ആക്കി മാറ്റുന്നു. വാട്ട് ഈസ് PEP? ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് എന്ന് പറയുന്ന ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആക്കി മാറ്റുകയും ആ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് വീണ്ടും അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യുകയും പെപ്റ്റേസ് എൻസൈമിന്റെ പ്രസൻസിൽ മീസോഫിൽ സെല്ലിൽ എന്ത് ഫോം ചെയ്യുകയും ചെയ്യുന്നു? C4 ആസിഡ് ആയ ഓക്സാലോ അസറ്റിക് ആസിഡ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സ് സൈക്ലിക് ആയിട്ട് നടക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് C4 pathway or C4 cycle, or we can say that Hatch and Slack pathway. Is it clear? ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഡീകാർബോക്സിലേഷൻ നടക്കുമ്പോൾ അവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു C3 മോളിക്യൂൾസ് ആണ് ഫോം ചെയ്യുന്നത്. ആ C3 മോളിക്യൂൾ ഏത് പാത്വേയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്? C3 പാത്വേയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ബണ്ടിൽ ഷീറ്റിന്റെ ഒരു പ്രത്യേകത, ബണ്ടിൽ ഷീറ്റ് സെൽസ് ആർ റിച്ച് ഇൻ റുബിസ്കോ. മീസോഫിൽ സെല്ലിലെ റുബിസ്കോ എൻസൈം ആബ്സെന്റ് ആണെങ്കിൽ ഇവിടെ ബണ്ടിൽ ഷീറ്റ് സെല്ലിന്റെ ഒരു പ്രത്യേകതയാണ്. അവിടെ ഏത് എൻസൈമിന്റെ പ്രസൻസ് ഉണ്ട്? റുബിസ്കോ എൻസൈമിന്റെ പ്രസൻസ് ഉണ്ട്. ബട്ട് ലാക്ക് പെപ്റ്റേസ്. പെപ്റ്റൈൻ എൻസൈം ആബ്സെന്റ് ആണ്, എന്നാൽ റുബിസ്കോ എൻസൈം അവിടെ കാണപ്പെടുന്നുണ്ട്. വാട്ട് ഈസ് റുബിസ്കോ? RUBP, കാർബോക്സിലൈസ് ഓക്സിജനൈസ്. കാർബോക്സിലേഷൻ നടത്താനും ഓക്സിജനേഷൻ നടത്താനും കഴിവുള്ള ഒരു എൻസൈം ആണ് എന്ത്? റുബിസ്കോ എൻസൈം. അപ്പോ ഈ ഒരു ഡീകാർബോക്സിലേഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുകയും അത് C3 പാത്വേയിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ C3 പാത്വേയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ആ കാർബൺ ഡൈ ഓക്സൈഡ് റുബിസ്കോ എൻസൈമിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദ C3 pathway is common to C3 and C4 plants. അല്ലെ, C3 pathway എവിടെയൊക്കെ കാണുന്നുണ്ട്? C3യിലും കാണുന്നുണ്ട്, C4 പ്ലാന്റ്സിലും കാണുന്നുണ്ട്. അതായത് C4 പ്ലാന്റ്സുകളിലും ഏത് പാത്വേ കാണിക്കുന്നുണ്ട്? C3 പാത്വേ കാണിക്കുന്നുണ്ട്. ഏത് കേസിലാണെന്ന് നമ്മൾ പറഞ്ഞു? ബണ്ടിൽ ഷീറ്റില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അവിടെയുള്ള റുബിസ്കോയുമായിട്ട് ബൈൻഡ് ചെയ്തുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? C3 സൈക്കിളിൽ എൻ്റർ ചെയ്യുകയും ഗ്ലൂക്കോസ് ഫോം ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഇതാണ് ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ അല്ലെങ്കിൽ C4 പാത്വേ എന്ന് പറയുന്നത്. C4 പ്ലാന്റ്സുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദേ ഹാവ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീഫ് അനാട്ടമി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ദാറ്റ് അനാട്ടമി ഈസ് കോൾഡ് ക്രാൻസ് അനാട്ടമി. ദേ ടോളറേറ്റ് ഹയർ ടെമ്പറേച്ചർ. ഇത്തരത്തിലുള്ള പാത്വേ കാണപ്പെടുന്ന ഡ്രൈ ട്രോപ്പിക്കൽ റീജിയനുകളിലുള്ള പ്ലാന്റുകളിലാണ് നമ്മൾ പറഞ്ഞു. സോ ദേ ക്യാൻ ടോളറേറ്റ് ഹൈ ടെമ്പറേച്ചർ. Then they show a response to high light intensity. They lack photorespiration. ഇത്തരത്തിലുള്ള C4 പ്ലാന്റ്സുകൾ എന്ത് കാണിക്കുന്നില്ല? ഫോട്ടോ റെസ്പിറേഷൻ കാണിക്കുന്നില്ല. ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ പ്രസൻസിൽ റെസ്പിറേഷൻ നടക്കുന്നത്, അതാണ് ഫോട്ടോ റെസ്പിറേഷൻ. എന്നാൽ C3 പ്ലാന്റ്സുകള് ഫോട്ടോ റെസ്പിറേഷൻ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്, നമ്മൾ പുറകെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ they have greater productivity of biomass. ഇതൊക്കെയാണ് C4 പ്ലാന്റ്സുകളുടെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ. C4 പ്ലാന്റ്സുകൾക്കുള്ള കുറച്ച് എക്സാമ്പിളുകളാണ് ഷുഗർ കെയിൻ, ജോവർ, മെയ്സ്, സോർഗം എക്സെട്ര. ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന C4 പ്ലാന്റ്സുകൾക്കുള്ള എക്സാമ്പിൾ ആണ്. ഇതൊക്കെയാണ് ഷുഗർ കെയിൻ, ജോവർ, മെയ്സ്, സോർഗം എക്സെട്ര. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിളുകളാണ്? C4 പ്ലാന്റ്സിന്റെ എക്സാമ്പിളുകളാണ്. So next here we are discussing about another one of the concept, photorespiration, or we can call C2 cycle, or we can call photosynthetic കാർബൺ ഓക്സിഡേഷൻ സൈക്കിൾ. എന്താണ്? ഫോട്ടോസിന്തറ്റിക് കാർബൺ ഓക്സിഡേഷൻ സൈക്കിൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ C2 സൈക്കിൾ എന്ന് വിളിക്കാം. സോ ഈ ഒരു C2 സൈക്കിൾ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് C3 പാത്വേയിലാണ്. C3 പാത്വേയിൽ കൂടുതലായിട്ട് C2 സൈക്കിളുകൾ കാണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ C2 പാത്വേ കാണപ്പെടുന്നുണ്ട്. സോ അപ്പൊ എന്താണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, it is the process of uptake of oxygen and production of carbon dioxide in the presence of light by green cell. That is called photorespiration. അതായത് ഓക്സിജനെ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോ റെസ്പിറേഷൻ. ആ ഒരു പ്രോസസ്സിൽ ലൈറ്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. So the site of photorespiration is peroxisome. എവിടെയാണ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത്? പെറോക്സിസോമിലാണ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഫോട്ടോ റെസ്പിറേഷൻ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് C3 പ്ലാന്റ്സുകളിലാണ്. നമുക്കറിയാം കാൽവിൻ പാത്വേയില് RUBP എന്ന് പറയുന്ന 5 കാർബൺ കോമ്പൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ 2 മോളിക്യൂൾ 3 കാർബൺ കോമ്പൗണ്ട് ആയ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഫോം ചെയ്യുന്നത്. അതിന് സഹായിക്കുന്ന എൻസൈം ആണ് റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം. റുബിസ്കോ എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണ്? RUBP കാർബോക്സിലൈസ് ഓക്സിജനൈസ് എൻസൈം. അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യാനും എന്തിന് കഴിവുണ്ട്? ഈ പറയുന്ന റുബിസ്കോ എൻസൈമിനുണ്ട്. അല്ലെ, ആക്റ്റീവ് സൈറ്റ് ഓഫ് റുബിസ്കോ ക്യാൻ ബൈൻഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ. ഹെൻസ് ദ നെയിം Rubisco, RUBP, carboxylase oxidase.
Rubisco has greater affinity for carbon dioxide than for oxygen. ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അഫിനിറ്റി ആരുമായിട്ട് ബൈൻഡ് ചെയ്യാനാണ്? റുബിസ്കോക്ക് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ബൈൻഡ് ചെയ്യാനാണ്. This binding is competitive. Relative concentration of oxygen and carbon dioxide determine which one will be bind to the enzyme. അവിടെയുള്ള ആ ഒരു കോൺസെൻട്രേഷൻ ആണ്, ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും റിലേറ്റീവ് കോൺസെൻട്രേഷൻ ആണ് അവിടെ ആ എൻസൈം ഏത് മോളിക്യൂളുകളുമായിട്ട് ബൈൻഡ് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ റുബിസ്കോ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഫോം ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ 3-phosphoglyceric ആസിഡ് ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇനി സപ്പോസ് ഈ C3 പ്ലാന്റ്സുകളിലെ ഓക്സിജൻ മോളിക്യൂളുമായിട്ടാണ് റുബിസ്കോ ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഡിക്രീസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വരുന്ന കേസുകളിൽ RUBP ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് 1 മോളിക്യൂൾ ഫോസ്ഫോഗ്ലിസറൈറ്റിനെയും, ഫോസ്ഫോഗ്ലിസറൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് PGAയും, ഒരു മോളിക്യൂൾ PGAയും അതുപോലെ തന്നെ ഒരു മോളിക്യൂൾ ഫോസ്ഫോഗ്ലൈക്കോളൈറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടും അവിടെ ഫോം ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ ഈ റുബിസ്കോ ഓക്സിജനുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താ ഫോം ചെയ്യുന്നത്? ഒരു മോളിക്യൂൾ ഫോസ്ഫോഗ്ലിസറൈറ്റ് അല്ലെങ്കിൽ PGA ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അതുപോലെ തന്നെ അവിടെ ഒരു 2 കാർബൺ കോമ്പൗണ്ട് ആയ ഫോസ്ഫോഗ്ലൈക്കോളൈറ്റ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, ഓക്സിജൻ റുബിസ്കോയുമായിട്ടാണ് ബൈൻഡ് ചെയ്തിട്ട് ഇവിടെ ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആയ ഫോസ്ഫോഗ്ലിസറൈറ്റും 2 കാർബൺ കോമ്പൗണ്ട് ആയ ഫോസ്ഫോഗ്ലൈക്കോളൈറ്റും ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ. ദിസ് പർട്ടിക്കുലർ പ്രോസസ് ഈസ് കോൾഡ് ഓർ ദിസ് പാത്വേ ഈസ് കോൾഡ് ഫോട്ടോ റെസ്പിറേഷൻ. അപ്പൊ ഈ ഒരു ഫോട്ടോ റെസ്പിറേഷൻ പാത്വേയില് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് സിന്തസൈസ് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ATPയോ NADPHോ സിന്തസൈസ് ചെയ്തിട്ടില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് പ്രോസസ് ഈസ് എ വേസ്റ്റ്ഫുൾ പ്രോസസ്. ഈ ഒരു പ്രോസസ്സിലൂടെ ഷുഗർ മോളിക്യൂളുകൾ അവിടെ റിലീസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്തിട്ടില്ല, കാർബോഹൈഡ്രേറ്റ് സിന്തസിസ് നടന്നിട്ടില്ല. ഒപ്പം ATP NADPH പോലുള്ള എനർജി റിച്ച് കോമ്പൗണ്ടുകളും എന്ത് ചെയ്തിട്ടില്ല? സിന്തസൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോ റെസ്പിറേഷനെ എന്തെന്ന് വിളിക്കുന്നു? വേസ്റ്റ്ഫുൾ പ്രോസസ് എന്ന് വിളിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് C2 സൈക്കിൾ എന്ന് വിളിക്കുന്നത്? ഇവിടെ ഫോം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഏതാണ്? 2 കാർബൺ കോമ്പൗണ്ട് ആയ ഫോസ്ഫോഗ്ലൈക്കോളൈറ്റ് ആണ് അല്ലെ. ആ ഒരു ഫോസ്ഫോഗ്ലൈക്കോളൈറ്റ് 2 കാർബൺ കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? C2 സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പാത്വേ നടക്കുന്നത് എവിടെയാണെന്നാ പറഞ്ഞത്? പെറോക്സിസോമുകളിലാണ് നടക്കുന്നത്. ഫോട്ടോ റെസ്പിറേഷൻ ഈസ് കഴ്സ്ഡ് ടു പ്ലാന്റ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ആൻസർ ഇതാണ്. ഡ്യൂറിംഗ് ദിസ് പ്രോസസ് there is no synthesis of sugar, ATP and NADPH. That is the reason why this particular process is called wasteful process. അതോടൊപ്പം തന്നെ അവിടെ എന്തിനെ റിലീസ് ചെയ്തിട്ടുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. കാരണം റെസ്പിറേഷന്റെ ഭാഗമായിട്ട് ഓക്സിജൻ ഉപയോഗിച്ചു ലൈറ്റിന്റെ പ്രസൻസിൽ. എന്നിട്ട് തിരിച്ചെന്താണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യിക്കുന്നതിനായിട്ട് അവരെ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? ATP യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രോസസ്സില് എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഫോട്ടോ റെസ്പിറേഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സില് എനർജി യൂട്ടിലൈസേഷൻ നടന്നിട്ടുണ്ട്, എന്നാൽ റിലീസ് നടന്നിട്ടില്ല. അതും ഒരു കാരണമാണ് ഈ ഒരു ഫോട്ടോ റെസ്പിറേഷനെ വേസ്റ്റ്ഫുൾ പ്രോസസ് എന്ന് വിളിക്കുന്നതിന്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് നടക്കണമെങ്കിൽ അവിടെ ATP യൂട്ടിലൈസ് ചെയ്തു. നമ്മൾ നേരത്തെ പഠിച്ചെടുത്തൊക്കെ എന്തായിരുന്നു? C3 സൈക്കിൾ പഠിച്ചപ്പോഴും C4 സൈക്കിൾ പഠിച്ചപ്പോഴൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ്. അവിടെയൊക്കെ എന്താ? ATP റിലീസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ATP is utilized, never synthesized അല്ലെ. സിന്തസൈസ് ചെയ്യാതെ പകരം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പ്രോസസ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ് ആണ്. ഈ പ്രോസസ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? C3 പ്ലാന്റ്സുകളിലാണ്. In C4 plants, photo respiration does not occur because they can increase carbon dioxide concentration at the enzyme site. Enzyme site ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. C4 പ്ലാന്റ്സിലെ enzyme site മീസോഫിൽ സെല്ലുകളിൽ കാണപ്പെടുന്നത് ഏതാണ്? പെപ്റ്റൈസ് ആണ്. അവിടെ റുബിസ്കോയില്ല. ബണ്ടിൽ ഷീത്ത് സെല്ലുകളിൽ എന്താണ് കാണപ്പെടുന്നത്? അവിടെ കാണപ്പെടുന്നത് ഏത് എൻസൈം? റുബിസ്കോയാണ്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരിക്കലും എന്ത് നടക്കുന്നില്ല? ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നില്ല. This takes place when C4 acid from the mesophil cell is broken down into the bundle cell to release carbon dioxide. This minimizes the oxygenase activity of Rubisco. Due to the lack of photorespiration, productivity and yield are better in C4 plant. ഈ ഒരു ഫോട്ടോ റെസ്പിറേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ C4 പ്ലാന്റ്സിന്റെ പ്രൊഡക്ടിവിറ്റിയും yield ഒക്കെ കൂടുന്നുണ്ട്. In addition, these plants show tolerance to high temperature. ഇത്തരം പ്ലാന്റ്സുകള് ഹയർ ടെമ്പറേച്ചറിനെ പ്രതിരോധിക്കാൻ കൂടി കഴിവുള്ള പ്ലാന്റുകളായിരിക്കും C4 പ്ലാന്റുകൾ എന്ന് പറയുന്നത്. C4 പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്.
ഇത് നോക്കുക, ഇവിടെ ഡിഫറൻസ് ആണ് കാണിച്ചിരിക്കുന്നത് C3യുടെയും C4ന്റെയും. നോക്കുക, C3 പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് മീസോഫിൽ സെല്ലുകളിലാണ്. C4 നടക്കുന്നത് മീസോഫിലിലും ബണ്ടിൽ ഷീത്ത് സെല്ലുകളിലുമാണ്. C3 പ്ലാന്റ്സിൽ എന്ത് ആബ്സെന്റ് ആണ്? ക്രാൻസ് അനാട്ടമി ആബ്സെന്റ് ആണ്. C4ൽ ക്രാൻസ് അനാട്ടമി പ്രസന്റ് ആണ്. C3യിൽ RUBP എന്ന് പറയുന്നതാണ് പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. ആദ്യം കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ആരാണ്? RUBP ആണ്. ഇവിടെ PEP ആണ്. ഇവിടെ C4 പ്ലാന്റ്സുകളിൽ ഇവിടെ ഉണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് 3PG ആണ്. അതൊരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ഇവിടെ ഉണ്ടാകുന്നത് OA എന്ന് പറയുന്ന ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആയ ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്. C3 പ്ലാന്റ്സുകളിൽ ആകെ കാണപ്പെടുന്ന എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ഗ്രാനം മാത്രമാണ്. ഇവിടെ എന്താണ്? മീസോഫിലും അതുപോലെ തന്നെ ബണ്ടിൽ ഷീറ്റും കാണപ്പെടുന്നത്. നേരത്തെ ട്രാൻസ് അനാട്ടമി പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഇവിടെ C3 പ്ലാന്റ്സുകളിൽ ഫോട്ടോ റെസ്പിറേഷന് സാധ്യത കൂടുതലാണ്. എന്നാൽ ഇവിടെ ഫോട്ടോ റെസ്പിറേഷൻ ആബ്സെന്റ് ആണ് ഇതില് C4. അതിന്റെ കാരണം നമ്മൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കോമ്പൻസേഷൻ പോയിന്റ് കൂടുതലാണ് ഇവിടെ C3 പ്ലാന്റ്സുകളിൽ. ഇവിടെ ലോ കാർബൺ ഡൈ ഓക്സൈഡ് കോമ്പൻസേഷൻ പോയിന്റ് ആണുള്ളത്. അതുപോലെ തന്നെ optimum temperature for photosynthesis is about 25 degrees Celsius. Here about 35 degrees Celsius to 45 degrees Celsius. അതുപോലെ തന്നെ എക്സാമ്പിളുകളായിട്ട് C3 പ്ലാന്റ്സുകൾക്ക് റൈസ്, വീറ്റ്, ബീന്, പൊട്ടറ്റോ എക്സെട്ര. ഇവിടെ മെയ്സ്, ഷുഗർ കെയിൻ, അമരാന്ത്, സ്വർഗം എക്സെട്ര. നമ്മൾ എക്സാമ്പിളുകൾ കൂടി ഒന്ന് നോട്ട് ചെയ്തു പോകണം. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ C3 പ്ലാന്റ്സ് ആൻഡ് C4 പ്ലാന്റ്സ്. അപ്പൊ ഈ C3യിലും C4ലേക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് അനദർ വൺ ഓഫ് ദ ഫേസ് ഇൻ വെയർ ഫോട്ടോസിന്തസിസ്. അപ്പൊ ഫോട്ടോസിന്തസിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഫേസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. വൺ ഈസ് കോൾഡ് ലൈറ്റ് റിയാക്ഷൻ ഓർ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ. അനദർ വൺ ഈസ് കോൾഡ് ഡാർക്ക് റിയാക്ഷൻ ഓർ ബയോസിന്തറ്റിക് ഫേസ് റിയാക്ഷൻ. Is it clear? Next one, factors affecting photosynthesis. ഫോട്ടോസിന്തസിസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാണ്? നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ചിട്ടുള്ളതാണ്. എക്സ്റ്റേണൽ ഫാക്ടറുകളുമുണ്ട്, ഇന്റേണൽ ഫാക്ടറുകളുമുണ്ട്. വാട്ട് ഈസ് ഇന്റേണൽ ഫാക്ടർ അല്ലെങ്കിൽ പ്ലാന്റ് ഫാക്ടർ? നമ്പർ, സൈസ്, ഏജ് ആൻഡ് ഓറിയന്റേഷൻ ഓഫ് ലീഫ്, മീസോഫിൽ സെൽസ് ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. അതൊരു ഫാക്ടർ ആണ്. ആ ഒരു ലീഫിന്റെ ഓറിയന്റേഷൻ, അതിന്റെ ഏജ്, അതിന്റെ സൈസ്, അതിന്റെ നമ്പർ ഒക്കെ എന്താണ്? ഇന്റേണൽ ഫാക്ടറുകളാണ്. അത് ഫോട്ടോസിന്തസിനെ അഫക്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ഇന്റേണൽ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, അതിന്റെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഒരു ഫാക്ടർ ആണ്. എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ, ക്ലോറോഫിലിന്റെ എമൗണ്ടും ഒരു ഫാക്ടർ ആണ്. ഇതൊക്കെ ഇന്റേണൽ ഫാക്ടറുകളാണ്. ഇനി അടുത്തതാണ് എക്സ്റ്റേണൽ ഫാക്ടറുകൾ. എക്സ്റ്റേണൽ ഫാക്ടറുകൾ ഏതൊക്കെയാണ്? സൺലൈറ്റ്, ടെമ്പറേച്ചർ, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, വാട്ടർ. ഇതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടറുകളാണ്. Plant factors are depend on the genetic predisposition and the growth of the plant. ഇവിടെ നമ്മള് ഒരു ഫാക്ടർ ബേസിൽ ഒരു ലോ പഠിക്കുന്നുണ്ട്, ബ്ലാക്ക്മാൻ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. എന്താണ് ബ്ലാക്ക്മാൻ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ പറയുന്നത്? ഇഫ് എ ബയോകെമിക്കൽ പ്രോസസ് ഈസ് അഫക്റ്റഡ് ബൈ മോർ ദാൻ വൺ ഫാക്ടർ. ഒരു ബയോകെമിക്കൽ പ്രോസസ് ഒന്നിൽ കൂടുതൽ ഫാക്ടറുകളാൽ അഫക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഫാക്ടർ നിയറസ്റ്റ് ടു ഇറ്റ്സ് മിനിമൽ വാല്യൂ. ആ ഫോട്ടോസിന്തസിസിന്റെ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഫാക്ടറിന്റെ തൊട്ടടുത്തുള്ള മിനിമൽ വാല്യൂ വെച്ചുകൊണ്ടായിരിക്കും അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. It is the factor which directly affect the process if its quantity is changed. അതിന്റെ ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു പ്രോസസ്സിനെ ആ ഒരു ഫാക്ടർ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നുണ്ടാകും. ദിസ് ഈസ് കോൾഡ് ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. വൺ ഓഫ് ദ എക്സാമ്പിൾ, എ പ്ലാന്റ് വിത്ത് ഗ്രീൻ ലീഫ്, ഒപ്റ്റിമൽ ലൈറ്റ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് മേ നോട്ട് ഫോട്ടോസിന്തസൈസ് ഇൻ വെരി ലോ ടെമ്പറേച്ചർ. അല്ലെ, ഒരു കുറഞ്ഞ ടെമ്പറേച്ചറിൽ സ്വാഭാവികമായിട്ടും ഒരു ഗ്രീൻ ലീഫ് അതിന്റെ ഒപ്റ്റിമം ലൈറ്റിലും കാർബൺ ഡൈ ഓക്സൈഡിലും എന്ത് സിന്തസൈസ് ചെയ്യണമെന്നില്ല? ഫോട്ടോസിന്തസിസ് നടത്തണമെന്നില്ല. ഇഫ് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഈസ് ഗിവൺ, നമ്മൾ ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫോട്ടോസിന്തസിസ്. Then another one of the factor you already know that the light quality, light intensity and duration of exposure to light influence photosynthesis. അല്ലെ, ലൈറ്റ് ക്വാളിറ്റിയും ലൈറ്റ് ഇന്റൻസിറ്റിയും ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷർ ടു ലൈറ്റ് ഒക്കെ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്, ഇത് ലൈറ്റ് ഇന്റൻസിറ്റിയുമാണ്. അപ്പൊ അത് വെച്ചൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്.
ആദ്യം നോക്കുക, ഇവിടെ ഫോട്ടോസിന്തസിസ് കൂടുതലായിട്ട് നടന്നിട്ടുണ്ട്, ലീനിയർ പോലെ നടന്നിട്ടുണ്ട്. പിന്നീട് അവിടെ ഫോട്ടോസിന്തസിസ് എന്താണ്, അവിടുത്തെ റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അതിനുള്ള കാരണം other factor become limiting. Light saturation occurs at 10% of the full sunlight. Hence, except for plants in shade or in a dense forest, light is rarely a limiting factor in nature. High increase in incident light breaks down chlorophyll. It decreases photosynthesis. ഇൻസിഡന്റ് റേസ് അറിയാമല്ലോ നിങ്ങൾക്ക്, സൺലൈറ്റ് ഡയറക്റ്റ് വരുന്ന ആ റേസ് അത് പെട്ടെന്ന് തന്നെ ക്ലോറോഫിൽ ബ്രേക്ക് ചെയ്യുന്നതിന് കാരണമാകും. അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഫോട്ടോസിന്തസിസ് ഡിക്രീസ് ചെയ്യുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തതാണ് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, വേറൊരു ഫാക്ടറാണ് മേജർ ലിമിറ്റിംഗ് ഫാക്ടർ ഫോർ ഫോട്ടോസിന്തസിസ്. കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഈസ് വെരി ലോ ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമുക്കറിയാം 0.03 to 0.04% ആണ്. അതൊരു പൊല്യൂട്ടന്റ് അല്ല. എന്നാൽ അതിന് മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊല്യൂട്ടന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻക്രീസസ് അപ് ടു 0.05% കോസ് ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ റേറ്റ്. ബിയോണ്ട് ദിസ് ലെവൽ ഇറ്റ് ബിക്കം ഡാമേജിംഗ് ഓവർ ലോങ്ങർ പീരീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു കോൺസെൻട്രേഷനിലേക്ക് എത്തിയാൽ അത് പൊല്യൂട്ടന്റ് ആയിട്ട് മാറുന്നുണ്ട്. ലോ ലൈറ്റ് കണ്ടീഷൻ C3 and C4 plants do not respond to high carbon dioxide condition at high light intensity. കുറഞ്ഞ ലൈറ്റിൽ ഇതൊരിക്കലും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്നാൽ ഹൈ ലൈറ്റ് ഇന്റൻസിറ്റിയിൽ they show increased rate of photosynthesis. Another one is temperature. Dark reaction being enzymatic, or temperature control influence of temperature on light reaction is very less. C4 plants respond to higher temperature and show higher rate of photosynthesis. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ ഒരു എൻസൈമാറ്റിക് റിയാക്ഷൻ ആണ് നമ്മൾ പഠിച്ചു. സൂപ്പർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ ട്രോപ്പിക്കൽ റീജിയനിലുള്ള പ്ലാന്റ്സുകളാണ്. അതിലൊരു പ്രത്യേകത തന്നെ എന്താണ്, ഇറ്റ് ക്യാൻ ടോളറേറ്റ് ഇൻ ഹൈ ടെമ്പറേച്ചർ, അല്ലെ, ഹൈ ടെമ്പറേച്ചറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള പ്ലാന്റുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹൈ റേറ്റ് ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. C3 plants have much lower temperature optimum. The temperature optimum of plant also depend on their habitat. Tropical plants have higher temperature optimum than the plants adapted to temperate climates. ഇതൊക്കെ എന്താണ്, ഓരോ ഫാക്ടറുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അടുത്തതാണ് വാട്ടർ. We already know that water is essential for photosynthesis. അല്ലെ, വാട്ടറും ഒരു എന്താണ്, റോ മെറ്റീരിയൽ ആണ്. Here the water stress causes the stomata, hence reduce the carbon dioxide availability. നമുക്കറിയാം സ്റ്റൊമാറ്റയിലൂടെയാണ് ഏത് പ്രോസസ്സുകൾ നടക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നത്, റെസ്പിറേഷന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വിടുന്നതും അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസിന് വേണ്ടി അതിനെ അകത്തേക്ക് എടുക്കുന്നതും. എന്നാൽ ആ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, വാട്ടർ സ്ട്രെസ് കാരണം സ്റ്റൊമാറ്റ ക്ലോസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, they reduce the carbon dioxide availability. അത് എന്തിന് കാരണമാകും, വിൽസ് ലീഫ് ഇങ്ങനെ വിൽട്ട് ആകാനായിട്ട്, ലീഫ് വാടിപ്പോകുന്നതിന് കാരണമാവുകയും thus reduce the surface area of the leaf and their metabolic activity. അവിടുത്തെ മെറ്റബോളിക് ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനും കാരണമായി തീർന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്, പലതരത്തിലുള്ള ഫാക്ടറുകളാണ്. ഈ ഫാക്ടറുകളാണ് ഫോട്ടോസിന്തസിസിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ലിമിറ്റിംഗ് ഫാക്ടറുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അല്ലെ. എന്താണ് ഈ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്? The factor that limit the reaction rate in any physiological process governed by many variables. That is called limiting factor. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, അല്ലെ. വിത്ത് ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ക്ലോറോഫിൽ, ദ ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ their own food material. Along with the food material, they release one of the gas that is called oxygen. Is it clear? This is the chapter.